ആരാടെ വീട്ടിലൊരു വിരുന്നുകാരൻ? കറുത്തിട്ടാണോ? എങ്കിൽ പട്ടാമ്പിയിലെ അമ്മാമ്മയുടെ മോന്റെ മോനാ സുഗുണൻ. അതല്ല, ഇത് വെളുത്തൊരു കോന്തൻ. വെളുത്തിട്ടോ? ആ, എനിക്കറിയില്ല. ഇപ്പൊ പോയ ബസ് കിട്ടുമെന്നാ ഞാൻ ആലോചിക്കണേ. ബസ് കിട്ടും. എന്നാ ഞാനിപ്പോ പോവാല്ലേ? സരോജിനി ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു മറുപടി പറഞ്ഞാ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ചെറുപ്പം മുതലുള്ള എന്റെ ഒരു ആശയ തങ്കപ്പേട്ടൻ കെട്ടിന്ന് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വരാൻ പോയതാ. പിന്നെ എന്ത് പറ്റി? അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒരു നായരായിട്ട് ബന്ധമുണ്ട്. അതിന്റെ ഇടയില് അപ്പൊ ഇപ്പോഴോ? അച്ഛൻ മരിച്ചു. അതല്ല, ഇപ്പൊ നായരായിട്ട് ബന്ധമില്ലെന്നാ? 2 കുട്ടികളെയും തള്ളയും വഴിയാധാരാക്കാണ്ട് വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് അവളെ വിളിച്ചോണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. ഒത്തു പോവാൻ പറ്റുന്നില്ല സരോജിനി. പറ്റണില്ലെങ്കിൽ വേണ്ട, പക്ഷെ മേലാൽ ഈ ഒരു കാര്യം പറഞ്ഞ് പടി ചവിട്ടരുത്. ഇപ്പൊ കാണിച്ച മര്യാദ കിട്ടില്ല. സരോജിനി, ആരാ മേള്? എന്തോ മുള്ളിയപ്പത്തരിച്ച ബന്ധമൊക്കെ പറയണ്ട്, എനിക്കറിയില്ല. ചെറിയേശൻ 3-4 പ്രാവശ്യം ചോദിച്ചു ആരാ എന്താന്നൊക്കെ. നീ എന്ത് പറഞ്ഞു? ഞാനെന്താ പറയാ, ഞാൻ പോകുമ്പോ വന്നിട്ടില്ലല്ലോ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനു ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഒരു നദിയോ അല്ലെങ്കിൽ ഒരു പുഴയോ അതുമല്ലെങ്കിൽ ഒരു കുളമോ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികൾ കേരളത്തിൽ ഉണ്ട്. ഭാരതപ്പുഴ, ചാലിയാർ, പെരിയാർ, മൂവാറ്റുപുഴ, പമ്പ എന്നിവ ചില പ്രധാനപ്പെട്ട നദികളാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഭാരതപ്പുഴ. പുസ്തകം നോക്കി വായിക്കുമോളെ. നദിയാണ് ഭാരതപ്പുഴ. ധാരാളം നദികളുള്ള സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനു ചുറ്റും ഒന്ന് നീ ഇടവഴിയാണോ? അതെ. നദിയോ അല്ലെങ്കിൽ അവിടെ വീട്ടില് മീനിക്കുട്ടി കണ്ടോ? ഇല്ല. എന്തേ? അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കിയില്ല. എന്റെ പോയി നോക്കണോ? ഓ ആ അയ്യപ്പാ, അല്ല നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കുറച്ചേരം ഇരിക്കും. എനിക്ക് ഒരു തലവേദന, ഇത്തിരി അമൃതാഞ്ജനം വാങ്ങണം. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അല്ല ഞാൻ എനിക്കൊരാളെ കാണുന്നുണ്ട്. അന്ത്യായ പുറത്തിറങ്ങാത്ത ആളാണല്ലോ. മോളെ, വേഗം പഠിച്ചു കഴിഞ്ഞാ അയ്യപ്പേട്ടനൊരു പാട്ട് പാടിത്തരാം. പടി. ഒരു പുഴ അതുമല്ലെങ്കിൽ ഒരു കുളമോ എന്താ മണിയേട്ടാ? എന്റെ കാലെന്തോ കടിച്ചു. എന്റെ മണ്ണാർശാല ദേവി എവിടെ? എന്റെ ഈശ്വര, ചോരൊന്നും പൊടിഞ്ഞു കാണില്ലല്ലോ. ഇല്ലേ, നല്ല വേദന ഉണ്ട്, നല്ല കട്ട് കഴപ്പുണ്ട്. നോക്കട്ടെ നോട്ടെ. മുള്ള, തൊട്ടവാടര മുള്ള. ഇതേ കണ്ടോ? ഞാൻ പേടിച്ചു. ഈ ചെറിയച്ഛൻ്റെ ഒരു പേടി. എന്തോ എന്റെ കാലിൽ മുട്ടി നല്ല വഴുവഴാന്ന്. പിന്നെ ഒന്നുമില്ല, തോന്നണതാ. അല്ല, തോന്നിയത് ഒന്നുമല്ല. നോക്കട്ടെ.
ഏയ് ഒന്നുമില്ല കേട്ടോ. അമ്മ എന്ത് വൃത്തിയുടെയായി കാട്ടണേ? കുറ്റം മുഴുവൻ തുപ്പിച്ചൊപ്പിച്ചു. നല്ല ശൈലുണ്ട് കാണാൻ. ഓ നീ ഒരു സുന്ദരിക്കോത. ഇത്തിരി വെളുപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ച് കളിയാക്കണ്ടടി. കറുപ്പിന് 7 അഴകാ. മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കണ ഒരു വേഷം കെട്ടല്. മനുഷ്യന്മാര് കാണണ്ടവര് കണ്ടാ മതി. എനിക്കറിയാം ആരപ്പോ കാണണ്ടോരെന്നൊക്കെ. ആരാ? അങ്ങനെ ഇപ്പൊ കേട്ട് ചോദിക്കണ്ട. 16 വയസ്സാന്നാ വിചാരം. പിന്നെ ഞാനെന്താടി മുതുക്കിയ? നീ പോത്തുപോലെ വളർന്നു പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോഴും കൊച്ചു പെണ്ണാ. അയ്യടാ, ഒരു പാവാടിയും ബ്ലൗസും കൂടി ഇട്, അല്ലെങ്കിൽ ഒരു ചുരിദാർ. ഇടുടി, ഞാനതൊക്കെ ഇടും. നീ കണ്ടോ? ആരവിടെ? എന്താ ഭാസ്കര? ഒരു കുറുന്തോട്ടി. കുറുന്തോട്ടി നോക്കുമ്പോ സൂക്ഷിക്കണേ, ചിലപ്പോ തിളച്ച വെള്ളം മോന്തയ്ക്ക് വീഴും. എപ്പോഴും കാമണിക്കൂർ ഫാസ്റ്റാ, അല്ലെങ്കിൽ സ്ലോ. അപ്പൊ കടലിക്ക് കൊണ്ടുവരായിരുന്നില്ലേ? ടൂൾസ് ഒക്കെ അവിടെ അല്ലേ? ഇനി അത് നന്നാക്കണ്ട. ഇപ്പൊ ഒരു 100 പ്രാവശ്യം നന്നാക്കണു. അത് ശരിയാവില്ല. അച്ഛനും നല്ല വെച്ചോടുത്തൂടെ ചേച്ചിക്ക്? എവിടുന്നേട്ടി പൊട്ട വെച്ച്? ഇത് നല്ല വാച്ചാടി, പഴയ സീക്കോ. സാറില്ല, പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാ ഒരു പുതിയ വാച്ച് വാങ്ങിച്ചരാം. കീ കൊടുക്കുന്നത് വേണ്ട, ക്വാർട്സ് മതി, ഗോൾഡ് കളറ്. കോട്സ് ഒന്നും കേടായി നന്നാക്കാൻ പറ്റില്ല. നന്നാക്കണ്ട, കേടാത്ത് വാങ്ങിയാ മതി. ശരി, കോട്സ് എങ്കിൽ കോട്സ്. ഇപ്പൊ ഇത് കെട്ടിക്കോ, ഒരു ഭംഗിക്ക്. നാളെ ഉച്ചയ്ക്ക് ഉണ്ടാൻ വിടുമ്പോ കടലിക്ക് കൊണ്ടുവന്നാൽ മതി, നന്നാക്കി തരാം. നേരെ ഇട്ടാ നീ പൊയ്ക്കോ. ഇത്രയും കൂടി കഴിഞ്ഞിട്ട് പോവാം ചേച്ചി. വേണ്ട വേണ്ട, ഇനി നാളെ. ഇടവഴിയിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും. ഇവിടെ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നല്ലോ. എനിക്ക് മെഴുകുതിരൊന്നും വേണ്ട. ഇത്തിരി വെളിച്ചുണ്ടായാലും എന്താ കുഴപ്പം? ഏഴജാതിയിലുണ്ടാവും ഇടവഴിയിലേ. പോട്ടെ. സൂക്ഷിച്ചു പോയാൽ മതിട്ടാ. അച്ഛാ, ചേച്ചി എവിടെ താമസിപ്പിക്കാം? അപ്പോ മോളുടെ മിനിയമ്മോടെ ഒറ്റയ്ക്കായി പോവില്ലേ? മിനിമി നമുക്ക് ഇവിടെ താമസിപ്പിക്കണം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. നല്ല അച്ഛൻ. അപ്പൊ ഞാനും ചേച്ചിയും അച്ഛനും മിനിയമ്മയും നമ്മളെല്ലാരും കൂടി ഇവിടെ എന്ത് രസമായിരിക്കും അല്ലേ അച്ഛാ? മതി അച്ഛാ. ഈ ഉരുളും കൂടി മീനുണ്ട് എന്റെ ഉള്ളിൽ.
ഇനി ഒരു ഉരുളയും കൂടെ ഉണ്ടാ വയനാറി അത് നീ വേണ്ട. എരിയുണ്ട് വെള്ളം കുടി. മോളെ ശ്രീകുട്ടി, മിനിയമ്മ കൈയും പായും കഴിയിട്ട് പോയാൽ മതി. മണിയത്ത മിനിയോ അങ്ങോട്ട് വന്നല്ലോ. എപ്പോ? വിളക്ക് വെച്ചോടനെ ഞാൻ അവളെ പറഞ്ഞു വിട്ടല്ലോ. എന്റെ ഈശ്വര, എന്നിട്ട് അങ്ങോട്ട് എത്തിയില്ലല്ലോ. എത്തിയില്ലേ? പിന്നെ എങ്ങോട്ടാ പോയേ? ഞാൻ വിചാരിച്ചു ഇവിടെ ശ്രീകുട്ടിയായിട്ട് വല്ല കഥയും പറഞ്ഞിരിക്കണ്ടാവുന്ന്. ഞാൻ എവിടെ പോയി അന്വേഷിക്കും? സരോജം, അവളാ വാര്യത്തോ മോമാരുടെ വീട്ടിലോ പോയിട്ടുണ്ടാവും. വല്ല പുസ്തകം വാങ്ങിക്കാനോ അല്ലെങ്കിൽ. എനിക്കറിയില്ല എന്റെ ഈശ്വര. സരോജം, നീ വിഷമിക്കാണ്ടിരിക്കേ. അവളിപ്പോ വീട്ടിലെത്തിണ്ടാവും. അങ്ങനെയൊന്നും എന്നോട് പറയാണ്ട് എങ്ങോട്ട് പോവില്ല അവള്. നീ കരയാണ്ടിരിക്കേ. ആരാടത്? ഗോപയാണോടാ? ആ കബീറ വന്നവിടെ നിന്നാ. സരോജനയുടെ മോള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയതാ. എങ്ങനെ പോയ? അതറിയാമെങ്കിൽ പിന്നെ നീ ഇവിടെ അയ്യപ്പനോടും ആ ശാന്തിയോടും ഒന്ന് വേഗം വരാൻ പറയും. അല്ല വിദ്യാര, ഇനിയിപ്പോ വല്ല പ്രേമങ്ങാനും ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പോഴത്തെ കാലം. ഒന്ന് പോടോ. കാലം സരോജൻ, നീ ഒന്ന് സമാധാനിക്കേ. അവൾക്കൊന്നും ഉണ്ടാവില്ല. അയ്യപ്പനല്ലേ? അതെ. വിവരം വല്ലതുണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് വഴിക്കാ? ഞങ്ങൾ പുഴയിലേക്കൊന്ന് ഇറങ്ങാം. ആ, നിങ്ങൾ ആ വഴി പോകുമ്പോ അമ്പലക്കുളത്തിലൊന്ന് ഇറങ്ങി നോക്കിക്കോട്ടോ. ഓ. ഏട്ടാ, നിങ്ങൾ ബേജാറാവണ്ടിരി.